ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ മലയാളം സിനിമയുടെ എവർഗ്രീൻ ക്ലാസിക് ആയിട്ടുള്ള മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമയുടെ റിലീസിനെ പറ്റിയിട്ടാണ്. സോ ഈ ഒരു സിനിമ 4K ഡോൾബി അറ്റ്മോസ് ഒക്കെ മിക്സ് ചെയ്തുകൊണ്ട് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 17-ാം തീയതി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സിനിമയുടെ റിവ്യൂ പറയണം എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരുവിധപ്പെട്ട എല്ലാവരും, ചെറിയ ആൾക്കാർ മുതൽ വലിയ ആൾക്കാർ വരെ കണ്ടിട്ടുള്ള സിനിമയാണ് മണിച്ചിത്രത്താഴ് എന്ന് പറയുന്നത്. സോ ആ ഒരു സിനിമ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 4K ഡോൾബി അറ്റ്മോസ് ഒക്കെ മിക്സ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ആ ഒരു പ്രിന്റ് എങ്ങനെയുണ്ട്, തിയേറ്ററിൽ നിന്ന് കണ്ട എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. സോ മാറ്റിനി നൗ എന്നെങ്ങാണ്ട് പറഞ്ഞിട്ടുള്ള ഒരു ടീമാണ് ഇതിന്റെ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഗംഭീരമായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോൾ മോഹൻലാലിന്റെ സിനിമകൾ ഇപ്പോൾ മറ്റേ ദേവദൂതം കണ്ടു, അതുപോലെ സ്ഫടികം കണ്ടു, അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു സിനിമ കണ്ടു. മിക്സിങ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഈ ഒരു സിനിമയുടെ. കാരണം 31 കൊല്ലം പഴക്കമുള്ള ഒരു സിനിമ ഇത്ര നല്ല രീതിയിൽ മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില്ലറ കഷ്ടപ്പാടൊന്നുമല്ല ഉള്ളൂ. അതുപോലെ തന്നെ വിഷ്വലും അവർ അത്യാവശ്യം നല്ല രീതിയിൽ മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ അത് ഫുൾ സ്ക്രീൻ അല്ല, ക്രോപ്പ് വേർഷൻ ആണ് ഈ ഒരു സംഭവം തിയേറ്ററിനകത്ത് വന്നിട്ടുള്ളത്. അത് തുടങ്ങിയ സമയത്ത് എനിക്ക് ചെറിയൊരു എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തു എന്നുണ്ടെങ്കിലും പക്ഷെ അത് പോകെ പോകെ നമ്മൾ അതിൽ യൂസ്ഡ് ആവും. പിന്നെ ഇതിന്റെ മണിച്ചിത്രത്താഴ് എന്ന് പേര് എഴുതി കാണിക്കുന്ന ആ ഒരു സംഭവം, ടൈറ്റിൽ കാർഡൊക്കെ കൊടുത്തിരിക്കുന്നതൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് എഫക്റ്റോട് കൂടിയിട്ട് തന്നെ നല്ല ഒരു സ്ലോ മോഷനൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ എപ്പോഴും പറയാറുള്ള റിലീസ് ഒക്കെ നടത്തുന്ന സമയത്ത് ഇപ്പോൾ ഈ അറ്റ്മോസ് ഒക്കെ മിക്സ് ചെയ്ത് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നോക്കാനുള്ളത് ഇതിന്റെ സൗണ്ടിങ് സെറ്റപ്പിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു സിനിമയ്ക്കകത്ത് ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു മിക്സിംഗ് ആണെന്നുണ്ടെങ്കിലും എന്താ പറയുക, ഓരോ ബീറ്റുകൾ കൊടുത്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും അതിഗംഭീരമായിട്ട് തിയേറ്ററിൽ നിന്ന് ആസ്വദിക്കാൻ പറ്റിയ എന്നുള്ളതാണ്. എസ്പെഷ്യലി ആ പഴന്തമിഴ് പാട്ട്, ആ ഒരു യേശുദാസ് പാടിയിട്ടുള്ള ആ ഒരു പരിപാടി ഉണ്ടല്ലോ, അത് ഗംഭീരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു എന്നുള്ളതാണ്. ആ ഒരു പാട്ടിനൊരു ജീവനുണ്ട്, അത് നമുക്ക് വല്ലാണ്ട് അങ്ങോട്ട് ഫീൽ ചെയ്യും തിയേറ്ററിനകത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത്. എത്ര പേര് ഈ ഒരു സിനിമ എക്സ്പീരിയൻസ് തിയേറ്ററിൽ നിന്ന് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഞാനും എൻ്റെ ഏട്ടനും ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ കാണണം എന്നുള്ള തീരുമാനത്തിൽ തന്നെയായിരുന്നു. ആ ഒരു സംഭവം യേശുദാസ് പാടിയ ആ ഒരു പാട്ട് മാത്രമല്ല, അതിലുള്ള എല്ലാ പാട്ടുകളും അത്യാവശ്യം നല്ല കിഡുമായിട്ട് തന്നെ എൻജോയ് ചെയ്തു. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഐക്കോണിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്, അത് ചെയ്തിട്ടുള്ളത് നമ്മുടെ ജോൺസൺ എന്ന് പറയുന്ന ആളാണ്. ആള് അത് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സോങ്സ് ചെയ്തിട്ടുള്ളത് MG രാധാകൃഷ്ണൻ, അങ്ങനെയാണെന്നാണ് എൻ്റെ ഓർമ്മ. ഫാസിൽ സാറിൻ്റെയാണ് ഡയറക്ഷൻ. ഇതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. സൗണ്ടിങ്ങിന്റെ കാര്യത്തിലേക്ക് വീണ്ടും തിരിച്ചു വരുന്ന സമയത്ത് ഇതിന് കൊടുത്തിട്ടുള്ള ആ ഒരു എന്താ പറയുക ബീറ്റ് കാര്യങ്ങൾ, സറൗണ്ടിങ്സ് ഒക്കെ കൊടുത്തിട്ടുള്ളതുണ്ടല്ലോ, എൻ്റെ മോനെ, ആ ഒരു ഹൊറർ BGM ഒക്കെ വരുന്ന സമയത്ത് വീണ വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ എൻ്റെ അമ്മ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അത് നല്ല രീതിയിൽ എഫക്റ്റ് ഉണ്ടായിരുന്നു. അത് ശരിക്കും അറിയണമെന്നുണ്ടെങ്കിൽ ശരിക്കും ഡോൾബി അറ്റ്മോസ് ഒക്കെ ഉള്ള തിയേറ്ററിൽ പോയി നിന്ന് കണ്ടു കഴിഞ്ഞാലാണ് നിങ്ങൾക്കത് മനസ്സിലാവുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ട്രിവാൻഡ്രത്തുള്ള ഏരീസ് പക്സ്, അല്ലെങ്കിൽ ഇപ്പോൾ തൃശ്ശൂരുള്ള രാഗം, അല്ലെങ്കിൽ VB രേവതി സിനിമാസിലൊക്കെ പോയി കണ്ടാലൊക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ പെരിങ്ങോട്ടുകര ദേവ, അതുപോലത്തെ തിയേറ്ററിനൊക്കെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ശരിക്കും ഇത് മനസ്സിലാവും. നമുക്കത് ആ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ഭംഗി കേൾക്കുമ്പോൾ ആസ്വദിക്കുമ്പോൾ ആ ഒരു സുഖം ഉണ്ടല്ലോ, അത് ഗംഭീരമായിരുന്നു. അതുപോലെ തന്നെ ലാലേട്ടൻ്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് കാര്യങ്ങളൊക്കെ, അത് തിയേറ്ററിൽ നിന്ന് ആസ്വദിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വേറെ ലെവലാണ്. അതുപോലെ തന്നെ ശോഭനയുടെ ഒക്കെ ആ ഒരു അഭിനയം, ശരിക്കും ആ ഒരു വലിയ ആ ഒരു സ്ക്രീനിനകത്ത് ഇപ്പോഴത്തെ ജനറേഷനൊന്നും എന്തായാലും ശോഭനയുടെ ഒന്നും ഒരു 95% സിനിമകളും തിയേറ്ററിൽ നിന്ന് കണ്ടവരായിരിക്കില്ല. കാരണം അവർ ഒരുപാട് മുന്നേ തന്നെ കളം വിട്ട സ്ത്രീയാണ്. അവരിപ്പോഴാണൊന്ന് വീണ്ടും വന്നു തുടങ്ങിയിട്ടുള്ളൂ. അവരുടെ പീക്ക് ലെവലിൽ നിൽക്കുന്ന സമയത്ത് അവർ പോയിട്ടുള്ളതാണ്. സോ എന്നെയൊക്കെ സംബന്ധിച്ച് ഈ ഒരു പെർഫോമൻസ് ഒക്കെ തിയേറ്ററിനകത്ത് കാണുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യം. അതായത് ആ ഓരോ ഭാവങ്ങളും ഒപ്പിയെടുത്ത് വെച്ചിരിക്കുന്നത് വലിയ സ്ക്രീനിനകത്ത് കാണുമ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മളിതിന് മുന്നേ കണ്ടിട്ടുള്ളവരാണെങ്കിൽ പോലും നമുക്കതൊരു റൊമാൻറ്റിഫിക്കേഷൻ മൂഡാണ്. അതുപോലെ തന്നെ ലാലേട്ടൻ്റെ കൗണ്ടറുകളാണെങ്കിലും ഓരോ കോമഡി എലമെന്റ്സും, തുടക്കം മുതൽക്കുള്ള രാഘവോ എന്നുള്ള വിളി, ഇന്നസെന്റ് ഏട്ടൻ്റെ, അതുപോലെ തന്നെ ഗണേഷ് കുമാർ ആയിട്ടുള്ള കോമ്പിനേഷൻ സീൻസ്, അതുപോലെ കിണ്ടി എന്ന് പറയുന്ന ആ ഒരു സംഭവം, അത് കഴിഞ്ഞിട്ട് തിലകൻ ചേട്ടൻ്റെ ഓരോ പരിപാടികൾ വരുന്ന സമയത്ത് അതൊക്കെ നല്ല രസമായിരുന്നു. എന്തായാലും ഈ ഒരു സംഭവം 4K ഡോൾബി അറ്റ്മോസ് മിക്സ് ചെയ്തിട്ട് തിയേറ്ററിനകത്ത് കാണാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയ സന്തോഷം. എസ്പെഷ്യലി ഒരു സിനിമാ പ്രേമിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എന്തായാലും ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവേണ്ട ഒരു സംഭവം തന്നെയാണ്. സോ എന്നെ സംബന്ധിച്ച് എന്തായാലും ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചും മേഡനെ സംബന്ധിച്ച് ഞങ്ങൾ എന്തായാലും പോയി കണ്ടു, എൻജോയ് ചെയ്തു. നല്ല രീതിക്ക് ക്രൗഡ് ഉണ്ടായിരുന്നു. ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു 2-3 ദിവസം കൊണ്ട് ഇറങ്ങി, 3 ദിവസം കൊണ്ട് തന്നെ 1.5 കോടി രൂപയോളം കളക്ട് ചെയ്തു എന്നാണ് എൻ്റെ ഒരു അറിവ്. എനിക്ക് കുറച്ച് ദിവസം കൂടി പിടിച്ച് നിൽക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ദേവദൂതനാണ് ഏറ്റവും കൂടുതൽ റിലീസ് ചെയ്തിട്ട് മോഹൻലാലിൻ്റെ ഇപ്പോൾ ഈ റീസെൻ്റ്ലി 5 കോടി രൂപ ഉണ്ടാക്കിയിട്ടുള്ളത്.
പിടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. കാരണം കേരളത്തിന് പുറമേ ഉള്ള ഷോസും അത്യാവശ്യം നല്ല രീതിയിൽ ഫുള്ളായിട്ട് തന്നെയാണ് ഓടുന്നത് എന്നുള്ളതാണ് എൻ്റെ അറിവ്. എന്തായാലും ഈ ഒരു വേർഷൻ നിങ്ങൾ കാണാത്തതാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡോൾബി അറ്റ്മോസ് സിസ്റ്റം പെർഫെക്റ്റ് ആയിട്ടുള്ള തിയേറ്ററിൽ നിന്ന് തന്നെ കാണാൻ ശ്രമിക്കാം. എന്തായാലും നിങ്ങൾ ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ ആ ഒരു സൗണ്ടിങ്ങിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമന്റ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.